വേഷം മാറി ഇറങ്ങിയപ്പോഴേക്കും മാഷ് ഫോണിൽ തോടിയോണ്ട് ബെഡിൽ കിടക്കുക. എന്നെ കണ്ട് മാഷ് എന്നെ അടിപൊളി നോക്കി. ഒരു കടും ചുവപ്പ് കളറ് ധാവണിയായിരുന്നു എൻ്റെ വേഷം. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പുരികം പൊന്തിച്ച് ചോദിച്ചു. മാഷിനെ നോക്കി സൈറ്റടിച്ചു. നീ ശരിക്കും സുന്ദരിയാട്ടോ ദേവു, ശരിക്കും ഒരു ദേവി. എന്നെ കണ്ണിമ ചിമ്മാതെ മാഷ് പറയുന്നത് കേട്ട് എനിക്ക് ആകെ ചടപ്പായി. ഇങ്ങനെങ്ങനേലും പറഞ്ഞു വിട്ടില്ലെങ്കിൽ പണിയാകുമല്ലോ ദൈവമേ. മാഷേ മതി, ഒന്ന് പോ പ്ലീസ്, എനിക്ക് പേടിയാവുന്നു. ഞാനത് പറഞ്ഞപ്പോൾ മാഷ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അവസാനം ഞാൻ ഭിത്തിയിൽ തട്ടി സുല്ലിയിട്ട് നിന്നു. മാഷ് എന്നെ അടുത്തെത്തി രണ്ട് കൈയും ഭിത്തിയിൽ വെച്ച് എന്നോട് ചേർന്ന് നിന്നു. ഞാൻ കണ്ണും വീഴ്ച് മാഷിനെ നോക്കി. മാഷിൻ്റെ മുഖം എന്നിലേക്ക് അടുത്ത് വന്നതും ഞാൻ പേടിച്ച് കണ്ണുകൾ ഇറക്കിയടിച്ചു. ദേവുട്ടി, ക്യാൻ വി ഗോ ഫോർ എ റൈഡ്? മാഷ് എൻ്റെ കാതോരം മൊഴിഞ്ഞതും ഞാൻ പതിയെ കണ്ണുകൾ തുറന്നു. മാഷൊരു ചിരിയോടെ എൻ്റെ മുഖത്തേക്ക് അലസമായി വീണ് കിടന്ന മുടി ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു. എന്താ ഒന്നും വേണ്ടാത്തേ? പോയാലോ? മാഷ് വീണ്ടും ചോദിച്ചു. അത് ഞാൻ അയ്യോ ഞാനില്ല, എനിക്ക് പേടിയാ. പെട്ടെന്ന് ബോധം വന്നപ്പോൾ ഞാൻ ചാടിക്കയറി പറഞ്ഞു. അത് കേട്ട് മാഷ് നെറ്റിയൊളിച്ച് എന്നെ നോക്കി. പേടിയോ? എന്തിന്? അച്ഛനറിഞ്ഞ എന്നെ കൊല്ലും. പിന്നെ അമ്മ ചോദിച്ചാൽ എന്തു പറയും? അതും ഈ രാത്രിയിൽ. മാഷൊന്ന് പോയേ, എനിക്ക് ഉറങ്ങണം. ഞാൻ മാഷിനെ തള്ളി മാറ്റി. പക്ഷേ അതേ സ്പീഡിൽ എൻ്റെ അടുത്തേക്കും വന്നു. നിന്നോട് ഞാൻ ഒരു തവണ പറഞ്ഞു അയാളെ നീ ഇങ്ങനെ പേടിക്കേണ്ടെന്ന്. നിന്നെ അയാളൊരു ചുക്കും ചെയ്യില്ല, മനസ്സിലായോടി പുല്ലേ? മാഷ് കലിപ്പിൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പേടിച്ച് മനസ്സിലായെന്ന് തലയാട്ടി. പിന്നെ അമ്മ, നീ ഉറങ്ങാൻ പോവാണെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ നീ ഉറങ്ങിയെന്ന് വിചാരിക്കോളൂ. നമുക്ക് ബാൽക്കണി വഴി ചാടാം. മാഷ് പറഞ്ഞതും ഞാൻ വേറെ നിവൃത്തിയില്ലാതെ സമ്മതിച്ചു. അപ്പോഴാണ് പുറത്തുനിന്ന് വർഷയുടെ വിളി. കൂയ് ചേച്ചിക്കുട്ടി, അകത്ത് രണ്ടും കൂടി എന്താ പരിപാടി? ഏട്ടാ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് കുറേ നേരമായല്ലോ. അവൾ പറയുന്ന കേട്ട് മാഷ് വാ തുറക്കാൻ തുടങ്ങിയതും ഞാൻ വേഗം മാഷിൻ്റെ വാ പൊത്തി. എൻ്റെ പൊന്നു മാഷേ, മിണ്ടല്ലേ, ഒച്ചയിൽ സംസാരിച്ച അമ്മ കേൾക്കും. മാഷ് ഓക്കെ എന്ന് തലയാട്ടി. ഞാൻ അപ്പം തന്നെ പോയി ഡോറ് തുറന്ന് വർഷയെ അകത്തേക്ക് വലിച്ചിട്ട് ഡോർ ലോക്ക് ചെയ്തു. എൻ്റെ കൊലയ്ക്ക് കൊടുക്കാനാണോ വർഷേ നീ വിളിച്ചു കൂവിയത്? അതിനിപ്പോൾ എന്താ കുഴപ്പം? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നീ പറഞ്ഞത് അച്ഛനും അമ്മയും എങ്ങാനും കേട്ടിരുന്നെങ്കിലോ? ഞാൻ പറഞ്ഞത് കേട്ട് അവൾ ഇതെന്തിൻ്റെ കുഞ്ഞാണോ എന്ന അർത്ഥത്തിൽ എന്നെ നോക്കിയിട്ട് പിന്നെ മാഷിൻ്റെ നേരെ തിരിഞ്ഞു. ഏട്ടാ, സത്യത്തിൽ ഏട്ടൻ എങ്ങനെയാ ഈ സാധനത്തിന് ഇഷ്ടപ്പെട്ടത്? എന്ത് ചെയ്യാനാ മോളെ, പെട്ടുപോയി. മാഷൊരു നെടുവീർപ്പോടെ പറഞ്ഞു കേട്ട് ഞാൻ അങ്ങേരെ തുറിച്ചു നോക്കി. രണ്ടും കൂടി എന്നെ വാരുക. ഇനി ഞാൻ മിണ്ടില്ല, രണ്ടിനോടും നോക്കിക്കോ. ഞാൻ മോന്തയും വീർപ്പിച്ച് അവിടെ നിന്ന് മാറിപ്പോയി. വർഷമോളെ, നിന്റെ ചേച്ചിക്കുട്ടി നമ്മളോട് പിണങ്ങിയെന്ന് തോന്നുന്നു. എന്നെ കേൾപ്പിക്കാൻ പാകത്തിന് മാഷ് പറഞ്ഞു. ഞാൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ കണ്ടത് എൻ്റെ എക്സ്പ്രഷൻ അവർക്ക് കാണാൻ പറ്റിയില്ല. ഹേയ്, എൻ്റെ ചേച്ചിക്കുട്ടി എന്നോട് പിണങ്ങൂല, ഏട്ടനോടായിരിക്കും പിണങ്ങിയത്. ഏയ്, എൻ്റെ ദേവുട്ടി എന്നോട് പിണങ്ങൂല. എനിക്കത് കേട്ട് ചെറുതായി ചിരി വന്നെങ്കിലും ഞാനത് പുറത്ത് കാണിച്ചില്ല. പിണങ്ങി ഏട്ടനോട് പിണങ്ങി. വെറുതെ എൻ്റെ ചേച്ചിയെ കളിയാക്കിയില്ലേ? പൊടി, അത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. ഷോ, ഇനി എന്ത് ചെയ്യും? രണ്ടും കൂടി രണ്ട് സൈഡിലേക്ക് തിരിഞ്ഞു നിന്ന് മേലോട്ട് നോക്കി ആലോചിക്കുന്നത് കണ്ണാടിയിലൂടെ കണ്ട് എനിക്ക് ചിരി വന്നു. കിട്ടിപ്പോയി. ഒരു കാര്യം ചെയ്യാം, എൻ്റെ ദേവുട്ടിയുടെ പിണക്കം മാറ്റാൻ ഞാൻ അവളെയും കൊണ്ട് ഒരു റൈഡ് പോയിട്ട് വരാം. എൻ്റെ പട്ടി വരും. ഓക്കെ, സെറ്റ്. ഏട്ടൻ കൊണ്ടുപോയിക്കോ. അമ്മയും അച്ഛനും അറിയാതെ നോക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വർഷ അതും പറഞ്ഞു പോയതും ഞാൻ ദേവികുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. ദേവുട്ടി, മാഷ് ചിരിയടുക്കി എന്നെ തോളിൽ കൈവച്ച് വിളിച്ചതും ഞാൻ കൈതട്ടി മാഷിന് നേരെ തിരിഞ്ഞു. പോ, എന്നോട് മിണ്ടണ്ട. പെട്ടുപോയതല്ലേ, പോയിക്കോ. കഷ്ടപ്പെട്ട് നിൽക്കണ്ട. എനിക്കാരും വേണ്ട. അത്രയും പറഞ്ഞ് പെണ്ണ് കണ്ണു നിറച്ച് എന്നെ നോക്കി. എനിക്ക് ദേഷ്യമാണ് വന്നത്. എന്തിനാടി കരയുന്നത്? അതിന് മാത്രമോ ഇപ്പോൾ എന്താ ഉണ്ടായേ? നിന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞോ? ഇല്ലാലോ. പിന്നെ എന്തിനാടി ഇങ്ങനെ മോങ്ങുന്നത്? ഞാൻ കലിപ്പി ചോദിച്ചപ്പോൾ അവളുടെ കരച്ചിലിന് ആക്കം കൂടി. ഞാൻ നെറ്റിയൊഴിഞ്ഞ് അവളെ നോക്കി. ഞാൻ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. കണ്ണൊക്കെ തുടച്ചു കൊടുത്തു. സോറി പെണ്ണേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അങ്ങനെ ഞാൻ നിന്നെ വിട്ടു പോകുമോ? അത്രയേ ഉള്ളൂ എന്നിലുള്ള വിശ്വാസം? ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ചോദിച്ചു. ഒരു തേങ്ങിലൂടെ അവൾ എൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ മാഷേ, എനിക്ക് പേടിയാ. എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഇഷ്ടമുണ്ടായിട്ട് എനിക്കൊരുപാട് ഇഷ്ടമാണ് എൻ്റെ ദേവൂട്ടിയെ. അതുകൊണ്ട് ഞാൻ എൻ്റെ പെണ്ണിനോട് ദേഷ്യപ്പെടും, അടിയുണ്ടാക്കും. എല്ലാം കഴിഞ്ഞിതാ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയും ചെയ്യും. അത് പറഞ്ഞ് ഞാൻ അവളെ പൊതിഞ്ഞു പിടിച്ച് നെറ്റിയിലൊരു സ്നേഹമുദ്രണം ചാർത്തി. ഇനി പോകാമോ ദേവി തമ്പുരാട്ടി?
പോകാം. എന്നിട്ട് കുറേ വൈകി വന്നാൽ മതിയേ, നമുക്ക് കുറേ സംസാരിക്കാം. എന്നെ നോക്കി വിളിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് ഞാനും ചിരിച്ചുപോയി. പിന്നെ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ അവളെയും കൊണ്ട് ബാൽക്കണി വഴി പുറത്തേക്ക് ചാടി. അപ്പോൾ പോവല്ലേ? ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ പിറകിലായിരിക്കുന്ന ദേവിക്കുട്ടിയോട് ഞാൻ ചോദിച്ചു. പോകാം. അതും പറഞ്ഞ് പെണ്ണെന്നെ ചുറ്റി പിടിച്ചു. അല്ല, എങ്ങോട്ടാ പോകണ്ടേ? മാഷിന് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം. നീ പറ, നമുക്ക് അവിടെ പോകാം. ആണോ? എന്നാൽ ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോകുമോ? അവൾ ആകാംക്ഷയോടെ എന്നോട് ചോദിച്ചു. നീ പറയടോ. എന്നാ എന്നെ ബീച്ചിൽ കൊണ്ടുപോകുമോ മാഷേ? നിഷ്കളങ്കമായി അവൾ ചോദിച്ചത് കേട്ട് ഞാൻ മിററിൽ കൂടി അവളെ ഒന്ന് സൈറ്റടിച്ച് വണ്ടിയെടുത്തു. തിരമാലകൾ കാർത്തിരമ്പുന്ന ശബ്ദം ശ്രവിച്ചുകൊണ്ട് ഞാൻ ദേവികുട്ടിയുടെ കൈയും പിടിച്ച് നടന്നു. പെണ്ണ് അത്ഭുതത്തോടെ ചുറ്റും നോക്കുന്നുണ്ട്. ഞാൻ അവളെ തന്നെ ഇമവട്ടാതെ ഒരു ചെറു ചിരിയോടെ നോക്കി നടന്നു. മാഷേ, നല്ല രസമല്ലേ? ഞാൻ ആദ്യമായിട്ടാ ഇവിടെ വരുന്നത്. എൻ്റെ കയ്യിൽ ഒന്നുകൂടി കോർത്തു പിടിച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ട് എനിക്ക് അവളോട് എന്തെന്നില്ലാത്ത വാത്സല്യം തോന്നി. ദേഹത്തെ കുളിർപ്പിച്ച് പായുന്ന കടൽക്കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറിപ്പറക്കുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കിയിരുന്നു. നിലാവെളിച്ചത്തിൽ എൻ്റെ പെണ്ണ് കൂടുതൽ സുന്ദരിയായതുപോലെ. മാഷേ, ദേ അങ്ങോട്ട് നോക്ക്. പെണ്ണ് എന്നെ തോണ്ടിക്കൊണ്ട് വിളിച്ചപ്പോഴാണ് ഞാൻ അവളിൽ നിന്ന് നോട്ടം മാറ്റി. കടല വിൽക്കുന്നത് കണ്ടാണ് പെണ്ണ് ചൂണ്ടിക്കാണിച്ചത്. വേണോ? ഞാൻ അവളുടെ താടിയിൽ പിടിച്ചു വലിച്ചോട് ചോദിച്ചു. 2 വേണേ. എന്തിനാ 2? എനിക്ക് വേണ്ട. അതെന്നാ ഞാൻ 2 തിന്നാ ചത്തുപോവോ? അവളുടെ പറച്ചിൽ കേട്ട് ഞാൻ പെണ്ണിനെ രൂക്ഷമായി നോക്കി. ദേബു പറഞ്ഞത് അബദ്ധമായ മട്ടിൽ തല ചൊറിഞ്ഞുകൊണ്ട് എന്നെ നോക്കി ഇളിച്ചു. സോറി മാഷേ, ഇനി പറയൂല. ഒന്ന് വാങ്ങിത്താ പ്ലീസ്. അവൾ വീണ്ടും എന്നെ കൈ പിടിച്ച് കുലുക്കിയപ്പോൾ ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാതെ പോയി വാങ്ങിച്ചു കൊടുത്തു. കുറച്ച് മാറി ഒരൊഴിഞ്ഞ ബെഞ്ചിൽ പോയി ഞങ്ങളിരുന്നു. രാത്രി ആയതുകൊണ്ട് അധികം ആരും ഇല്ലായിരുന്നു. ഓൺലി കപ്പിൾസ്. പെണ്ണോരോ കടലെടുത്ത് തീറ്റിയാണ് ഇടയ്ക്ക് എൻ്റെ വായിലേക്കും കുത്തിക്കയറ്റുന്നുണ്ട്. മാഷേ, എന്താ മിണ്ടാതെ? എന്തെങ്കിലും പറ. കഴിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു. ഞാൻ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. നീ പറ, ഞാൻ കേൾക്കാം. ഞാൻ പറഞ്ഞതിട്ട് ദേവുട്ടി എന്നെ നോക്കി, പിന്നെ ചിരിച്ചു. 1 മിനിറ്റ്, ഇതൊന്ന് തീർക്കട്ടെ, എന്നിട്ട് പറയാമേ. അവൾ പറഞ്ഞു തൊട്ട് ഞാൻ ചിരിയോടെ അവളെ കോരിയെടുത്ത് എൻ്റെ മടിയിൽ കിടത്തി. പെട്ടെന്നായതുകൊണ്ട് പെണ്ണ് ഞെട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി. നീ കഴിച്ചോ? എന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ മതി, ഞാൻ കേൾക്കാം. പെണ്ണിൻ്റെ മുഖം നാണത്താൽ ചുവന്നു. രാത്രിയിൽ ആകാശത്ത് കുഞ്ഞു നക്ഷത്രങ്ങൾ മിന്നതുപോലെ അവളുടെ മുഖം തിളങ്ങി. മാഷേ, നമുക്ക് കല്യാണം കഴിയുമ്പോഴും ഇങ്ങനെ വരണം കേട്ടോ. നല്ല സുഖ മാഷിൻ്റെ കൂടെ ഇവിടെ ഇങ്ങനെ ചേർന്നിരിക്കാൻ. ആണോ? ഞാൻ കുസൃതിയോടെ ചോദിച്ചു. ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ മാഷേ. അവൾ കുടുങ്ങിക്കൊണ്ട് പറഞ്ഞ് കയ്യിലിരുന്ന കാലി പേപ്പർ നിലത്തേക്കിട്ടു. സോറി പിണങ്ങല്ലേ. ശരി, ഇനി എന്തൊക്കെയാ? ഇനി എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല. എൻ്റെ മാഷേട്ടൻ്റെ കൂടെ കുറേ നാൾ സന്തോഷമായിട്ട് ജീവിക്കണം. ഇണങ്ങിയും പിണങ്ങിയും തല്ലുകൂടിയും സ്നേഹിച്ചും ഞാനും മാഷും ഗീതാമ്മയും പിന്നെ നമ്മുടെ മക്കളും. എന്ത് രസമായിരിക്കൂലേ? എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞ് അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാനും നീയും ഗീതവും പിന്നെ ആരാ? ഞാനൊരു കള്ളച്ചിരിയോടെ അവളോട് ചോദിച്ചു. പെണ്ണിൻ്റെ മുഖമാകെ മാറി. നാണം കൊണ്ട് അവൾ മുഖം പൊത്തി. ഞാൻ പതിയെ മുഖത്ത് നിന്ന് ആ കൈയടർത്തി മാറ്റി. പറ, ആരാന്നാ പറഞ്ഞേ? ഞാൻ വീണ്ടും ചോദിച്ചു. അത് നമ്മുടെ പറയൂല. പോടാ. അതും പറഞ്ഞ് അവൾ എന്നെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് എൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങിയോടി. നിക്കടി കള്ളി അവിടെ. ഞാനും അവളുടെ പിറകെ എണീറ്റ് ഓടി. പെണ്ണ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരുന്നു. മണൽ കൂടി ഓടുന്നത് കണ്ട് എൻ്റെ കാൽ കുഴഞ്ഞു. പക്ഷേ ആ കുരിപ്പ് ഒടുക്ക് തോട്ടാണ്. എന്തൊരു സ്റ്റാമിന! അവൾ തിരമാലയ്ക്ക് നേരെ ഓടിയെടുത്തു. ഞാൻ അവളെ വിടില്ലെന്ന വാശിയുടെ പിറകെ വച്ചു പിടിച്ചു. അയ്യോ മാഷേ, എനിക്കിനി ഓടാൻ വയ്യ. ഇനി ഓടിയാ ഞാൻ കടലിലാവും. എനിക്ക് പേടിയാ, നിഷ്കുവായി പറഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു കേട്ട് ഞാനൊന്ന് വിളിച്ചു. ഇങ്ങോട്ട് വാ മുത്തേ, വാ, ചേട്ടൻ ചോദിക്കട്ടെ. വരൂല. മാഷ് നടന്നോ, ഞാൻ പുറകെ നടന്നോളാം. അപ്പോൾ നീ വരില്ല അല്ലേ? ഇല്ലെങ്കിൽ ഓക്കെ, ശരി, നീ വരണ്ട, ഞാൻ പോകുക. ഞാൻ അതും പറഞ്ഞ് തിരിഞ്ഞു പോകാൻ തുടങ്ങിയിട്ട് പിന്നെ അവൾ നേരെ തിരിഞ്ഞ് അന്തം വിട്ടു നോക്കി. എന്താ മാഷി നോക്കുന്നേ? ദൈവോ, നിന്റെ പിറകിൽ അത്. എടി ഓടിക്കോ. ഞാൻ അല്പം പേടിയോടെ അവളുടെ പിറകിൽ നോക്കി പറഞ്ഞതും ആ പൊട്ടി ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അലറിക്കൊണ്ട് എൻ്റെ നേരെ ഓടി വന്നു. അവൾ ഓടി എൻ്റെ അടുത്തെത്ത് എന്നെ അള്ളി പിടിച്ചു.
ഞാൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു. എന്തേ ഇങ്ങു പോന്നത്? ഞാൻ ചിരിയടക്കാൻ പാടുപെട്ടുകൊണ്ട് അങ്ങനെ ചോദിച്ചതും അവൾ തലയുയർത്തി എന്നെ നോക്കി, പിന്നെ തിരിഞ്ഞു നോക്കി. അവിടെ ഒന്നുമില്ലെന്ന് കണ്ടതും പെണ്ണെന്നെ അടിക്കാൻ തുടങ്ങി. ഞാൻ ചിരിയോടെ തന്നെ ഒരുവിധം അവളുടെ കൈ പിടിച്ചു വെച്ച് ആ കാന്തക്കണ്ണിലേക്ക് നോക്കി. എൻ്റെ പ്രണയാർദ്രമായ നോട്ടത്തിൽ അവൾ നാണിച്ച് തല താഴ്ത്തി. ഞാൻ അവളുടെ താടിയിൽ പിടിച്ച് മുഖം എനിക്ക് നേരെ ഉയർത്തി. പിടക്കുന്ന മിഴികളോടെ അവൾ എന്നെ നോക്കി. എൻ്റെ കണ്ണുകൾ ആ മുഖമാകെ ഓടി നടന്നു. അവളുടെ ആ ഇളഞ്ചുവപ്പ് നിറത്തിലുള്ള അധരങ്ങൾ എന്നെ വല്ലാതെ കൊത്തുവലിക്കുന്ന പോലെ. നിമിഷ നേരം കൊണ്ട് ഞാൻ അത് കവർന്നു. ആ പനിനീർ അധരങ്ങളിലെ ലഹരി എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. അവളൊരു ഞെട്ടലോടെ എന്നെ തള്ളിമാറ്റാൻ ഒരുങ്ങി. പക്ഷേ ആ ശ്രമത്തെ നിഷ്ഫലമാക്കി ഞാൻ അവളുടെ കീഴ്ച്ചുണ്ടിനെ വീണ്ടും വീണ്ടും നുണഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ കൈകൾ തോളിൽ അമർന്നു. എൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ ചുറ്റിവരിഞ്ഞു. ഉമിനീരിൽ രക്തച്ചുവമറിഞ്ഞതും ഞാനൊരു കിതപ്പോടെ അവളെ ദീർഘചുംബനത്തിൽ നിന്ന് മോചിതയാക്കി. അവളും നന്നായി കിതക്കുന്നുണ്ട്. പെണ്ണ് കണ്ണടച്ച് തന്നെ നിൽക്കുകയാണ്. എനിക്കാകെ എന്തോ പോലെ തോന്നി. പെട്ടെന്ന് മൈൻഡ് ഫുൾ ബ്ലാങ്കായിപ്പോയി. ഛേ സിധു, നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്? ഷെയിം. ദേവുട്ടി, ഐ എം സോറി. ഞാൻ പെട്ടെന്ന് എനിക്ക് പതിയെ തുറന്ന ആ കണ്ണുകളിൽ നീർത്തിളക്കം കണ്ട് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടാതായി. ഞാൻ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും ദേവ് എൻ്റെ വാ പൊത്തി എൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. മാഷ് കടിച്ചപ്പോൾ എനിക്ക് വേദനിച്ചു. അതാ ഞാൻ കരഞ്ഞേ. നിഷ്കളങ്കമായി ഞാൻ പറഞ്ഞത് കേട്ട് എനിക്ക് ചിരി വന്നുപോയി. ഞാൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഐ ലവ് യു ദേവുട്ടി. നിന്നിൽ ഞാൻ ഇനിയും പെയ്യും. നിന്നെ നനച്ച് നിൻ്റെ ആത്മാവിനെ എന്നോട് ചേർക്കും. ഒടുവിൽ നമ്മൾ ഒരു മഴയായി തീരും. അതിന് സമ്മതമെന്നോണം അവൾ എൻ്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു. മാഷേ നോക്ക്, എങ്ങനെയുണ്ട്, കൊള്ളാമോ? ലൈബ്രറിയിൽ ഇരുന്ന് ബുക്ക് വായിക്കുന്ന മാഷിൻ്റെ അടുത്ത് പോയി ഞാൻ ഇട്ടിരിക്കുന്ന പുതിയ ധാവണി വിടർത്തി കാണിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. മാഷ് ബുക്കിൽ നിന്ന് നോട്ടം മാറ്റി എന്നെ അടിമുടി ഒന്ന് വീക്ഷിച്ചു. പക്ഷേ ആ നോട്ടം ഇന്നലെ മാഷ് തന്ന സ്നേഹസമ്മാനമായ ചുണ്ടിലെ മുറിപ്പാടിൽ തങ്ങിയിരുന്നു. മാഷൊരു കള്ളച്ചിരിയോടെ എന്നെ നോക്കി. ഇന്നലെ ബീച്ചിൽ വെച്ച് നടന്നത് ഓർമ്മ വന്നതും എൻ്റെ ശരീരമാകെ ഒരു വിറയിൽ കടന്നുപോയി. മാഷിൻ്റെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയാതെയായി. നിനക്ക് ഈ ധാവണിയല്ലാതെ വല്ല ചുരിദാറോ മറ്റോ ഇട്ടൂടെ? എൻ്റെ ചടപ്പ് കണ്ടിട്ടാകണം മാഷ് പെട്ടെന്ന് നോട്ടം മാറ്റി എന്നോട് ചോദിച്ചു. ഇതിനെന്താ കുഴപ്പം? എനിക്ക് ഇതൊക്കെ ഇട്ട് ശീലമുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ ഇട്ടോ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഈ കോലത്തിൽ ഞാൻ കണ്ട എവിടെ നിൽക്കുന്നോ അവിടെ വെച്ച് ഞാൻ വലിച്ചു പറിച്ചെറിയും. വൃത്തിയോട് പറയാതെ മാഷേ, ചുണ്ട് ചൊളിക്കൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. കണ്ടേച്ചാലും മതി, ചെറിയ കുട്ടികളെ പോലെ. കല്യാണം കഴിഞ്ഞ് ഈ കോലത്തിൽ നിന്നെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങിയ ബാല്യവിവാഹം ചെയ്തതെന്ന് പറഞ്ഞ് പോലീസ് എന്നെ പിടിച്ച് അകത്തിടും. മാഷെ പറഞ്ഞു കേട്ട് എനിക്ക് ചിരി വന്നു. പിന്നെ ഞാനെന്തിടും? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, വല്ല ചുരിദാറോ സാരിയോ ഒക്കെ ധരിച്ചാൽ മതി. ഓ ആയിക്കോട്ടെ തമ്പ്ര. അല്ല, അതൊക്കെ കല്യാണം കഴിയുമ്പോഴല്ലേ? അതെപ്പോഴാ? ഞാൻ ചോദിച്ചു കേട്ട് മാഷി നെറ്റിച്ചുളിച്ച് എന്നെ നോക്കി. എന്ത്? അല്ല, കല്യാണം. ഞാൻ അല്പം നാണമൊക്കെ മുഖത്ത് ഫിറ്റ് ചോദിച്ചു. അയ്യ, എന്താ നാണം? പോയി 4 അക്ഷരം പഠിക്കാൻ നോക്കടി. അത് കഴിഞ്ഞ് കല്യാണം. പെണ്ണിൻ്റെ ഒരു പൂതി. അയ്യേ, ഇങ്ങനെയൊരു പുസ്തകപ്പുഴു. ഇതൊക്കെ എന്ന് നന്നാവുമോ എന്തോ. ഞാൻ അങ്ങേരെ നോക്കി ചുണ്ടുകൊട്ടി പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങി. ഡീ, ഒന്ന് നിന്നേ. മാഷി പെണ്ണിലെന്ന് വിളിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. എന്താ? ഞാൻ ചോദിച്ചതിട്ട് മാഷി കയ്യിലെന്ന ബുക്ക് ടേബിളിൽ വെച്ച് എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വന്നു. ദേവൂസേ, കണ്ണടയ്ക്ക്. എന്തിനാ? പിരികം പൊന്നിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. കണ്ണടക്കടി പോത്തേ. അതും പറഞ്ഞ് ഞാൻ കണ്ണടച്ചു. ഇനി ആ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ. കൂടുതലൊന്നും പറയാതെ ഞാൻ കൈ നീട്ടി. മാഷ് എന്തോ ഒന്ന് എൻ്റെ കയ്യിൽ വെച്ച് തന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ പതിയെ കണ്ണു തുറന്നു. ഫോൺ. എൻ്റെ കയ്യിലിരുന്ന ഫോൺ വിടർന്ന കണ്ണുകളോടെ ഞാൻ തിരിച്ചു മറിച്ചു നോക്കി. ഇതെനിക്കാ? നിനക്ക് തന്നെ. ഇഷ്ടമായോ? ഒത്തിരി. പക്ഷേ എനിക്കിതെങ്ങനെയാണ് ഉപയോഗിക്കുകയെന്ന് അറിയില്ലല്ലോ. ചുണ്ട് ചുളിക്കൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് മാഷ് പൊട്ടിച്ചിരിച്ചു. ഇങ്ങനെയൊരു അമ്പലപ്പൊട്ടി. കളിയാക്കല്ലേ മാഷേ, എനിക്ക് ശരിക്കും അറിയില്ല. നിലത്ത് ചവിട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ട് മാഷി ചിരി കടിച്ചു പിടിച്ച് എന്നെ നോക്കി. സാരമില്ല, വർഷമെല്ലാം പറഞ്ഞു തരും. ശരി, അവളോട് ചോദിക്കാം. അവൾക്ക് ഇതുപോലെ ഒരെണ്ണം ഉണ്ട്. അല്ല, ഇതിപ്പോൾ എന്തിനാ എനിക്ക്? ഞാൻ വീണ്ടും സംശയത്തോട് ചോദിച്ചു. പുഴുങ്ങി തിന്നാൻ. അല്ല പിന്നെ. ഓടി കോപ്പേ. മാഷ് കലിപ്പിൽ എന്നോട് പറഞ്ഞ് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും ഞാൻ ആ കയ്യിൽ പിടുത്തു കിട്ടു. മാഷ് ഗൗരവം ഒട്ടും കുറയ്ക്കാതെ എന്നെ തിരിഞ്ഞു നോക്കി. എന്നെ വിളിക്കുവോ? ഞാൻ ഇളിച്ചോട് ചോദിച്ചിട്ട് മാഷിൻ്റെ ചുണ്ടിലും ഒരു കള്ളച്ചിരി വിടർന്നു. വിളിക്കണോ? മാഷ് കുസൃതിയോടെ എന്നോട് ചോദിച്ചു. വിളിക്കണം, ഞാൻ കാത്തിരിക്കും.
ഞാൻ പറഞ്ഞു കേട്ട് മാഷ് തിരിഞ്ഞ് എൻ്റെ ഇരുതോളിലും കൈവച്ചു. ഞാൻ വിളിക്കും. ഒരു നിമിഷം പോലും നിന്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആ സ്വരം എനിക്കെപ്പോഴും കേൾക്കണം. നീ എൻ്റെ സ്വന്തമാകുന്നതുവരെ നമുക്കിങ്ങനെ പ്രണയം പങ്കുവയ്ക്കാം.